എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും ഉള്ള പ്രോബ്ലം ആയിരിക്കും. ഇത് സ്പിരിച്വൽ ആയുള്ള ആൾക്കാർക്ക് മാത്രമുള്ള പ്രോബ്ലം അല്ല. അങ്ങനെ ആൾക്കാരുണ്ട് എന്ന് തന്നെ എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ മനസ്സിൽ സ്പിരിച്വൽ എന്ന് കേൾക്കുമ്പോൾ ഏതാണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് ഇമേജുകളും പ്രാക്ടിക്കൽ എന്ന് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഇമേജുകളാക്കി വരിക. പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ടാകും ഇതിനെപ്പറ്റിയൊക്കെ കൂടുതലായി ചിന്തിച്ചാൽ ചിലപ്പോൾ നമുക്ക് പ്രാക്ടിക്കൽ ലൈഫ് നടക്കില്ല. നമ്മുടെ മോഡേൺ സൊസൈറ്റി ഇസ് നോട്ട് സ്പിരിച്വൽ ഓർ ഇറ്റ് ഡസ് നോട്ട് സപ്പോർട്ട് സ്പിരിച്വാലിറ്റി. ഒരു പരിധി വരെ അത് ശരിയാണ്. പക്ഷെ നമ്മൾ കുറച്ചും കൂടെ ഡീപ്പായി ചിന്തിച്ചാൽ മനസ്സിലാവും ഇത് തമ്മിൽ വലിയ വ്യത്യാസമൊന്നും വേണ്ട എന്നുള്ളത്. ഇത് രണ്ടും ബാലൻസ് ചെയ്യുക എന്നുള്ളത് ഇറ്റ് ടേക്സ് എഫേർട്ട്, ഇറ്റ് ടേക്സ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. പണ്ട് നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയിൽ ഈ ബെഗ്ഗിങ് എന്നതും വനവാസം എന്നതൊക്കെ വളരെ നോബിളായ പർസ്യൂട്ടായിരുന്നു. ദൈവത്തെ തപ്പിപ്പോവുക എന്നുള്ളതൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്തുള്ള കാര്യമായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലല്ലോ. ഇപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി ചിന്തിക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ചിലപ്പോൾ പേടിയാവും. ഇതൊക്കെ വിട്ടിട്ട് പോകേണ്ടി വരുമോ, എന്റെ പ്രാക്ടിക്കൽ ലൈഫ്, എന്റെ റിലേഷൻഷിപ്പ്, ഇതൊക്കെ എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ, അങ്ങനെയുള്ള ഒരുപാട് ഡൗട്ടുകൾ നമുക്ക് ഉണ്ടാവും. ഇന്ത്യ വാസ് എ ലാൻഡ് ഓഫ് സീക്കേഴ്സ്. ഇങ്ങനെയുള്ള ഒരുപാട് പർസ്യൂട്ടുകളെ സപ്പോർട്ട് ചെയ്ത ഒരു ലാൻഡ് ആയിരുന്നു ഇന്ത്യ. അതുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യയെ സ്പിരിച്വൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഒരുപാട് ഫ്രീ തിങ്കേഴ്സ്, ജിതു കൃഷ്ണമൂർത്തിയെ പോലെ, ഓറോബിന്ദോ പോലെ, രാമന മഹർഷിയെ പോലെ, വിവേകാനന്ദനെ പോലെ എല്ലാം ഒരുപാട് ആൾക്കാർ ഈ മണ്ണിൽ നിന്ന് ഉണ്ടാവാനുള്ള കാരണം നമ്മുടെ കൾച്ചർ അതിനെ സപ്പോർട്ട് ചെയ്തിരുന്നു എന്നുള്ളതാണ്. പക്ഷെ മോഡേൺ ഇന്ത്യ ലോകത്തിലെ മറ്റു രാജ്യങ്ങളെ പോലെ തന്നെ ഒരു തരം ക്യാപിറ്റലിസ്റ്റിക് വെസ്റ്റേണൈസ്ഡ് സൊസൈറ്റിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദാറ്റ് ഡസ് നോട്ട് സപ്പോർട്ട് സ്പിരിച്വാലിറ്റി മേ ബി. പക്ഷെ ഞാൻ ശരിക്കും പറയാൻ വന്നത് ഇതൊന്നും അല്ല പ്രശ്നം. നമ്മുടെ തെറ്റിദ്ധാരണയാണ് സ്പിരിച്വാലിറ്റിയും പ്രാക്ടിക്കാലിറ്റിയും തമ്മിൽ വലിയ ഗ്യാപ്പ് ഉണ്ടെന്നത്. യെസ്, വി ആർ ലിവിങ് ഇൻ എ ബിസി സൊസൈറ്റി. നമ്മൾ ഭയങ്കര ബിസിയാണ്. 20 മിനിറ്റ്സ് മെഡിറ്റേഷൻ ചെയ്യാൻ പോലും നമുക്ക് പറ്റുന്നില്ല. കാരണം ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ മുകളിൽ ഒരുപാട് അംബീഷൻസും എക്സ്പെക്ടേഷൻസും ഡിസയേഴ്സും ഗോൾസും ഒക്കെ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. അത് സ്പിരിച്വലി മാത്രം മോശമായ ഒരു കാര്യമല്ല, പ്രാക്ടിക്കലി മോശമായ ഒരു കാര്യമാണ്. പല വീഡിയോകളും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനിയും പല വീഡിയോകളിൽ നമ്മൾ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും. പക്ഷെ യഥാർത്ഥ പ്രോബ്ലം എന്നത് ഈ ബിസിനസ് കാരണം, ഈ ഒരു തിരക്ക് കാരണം നമ്മുടെ ഉള്ളിലെ യഥാർത്ഥ കോൺഫ്ലിക്റ്റ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ മനുഷ്യന് മാത്രമുള്ള ഒരു ചലഞ്ചാണ് ഈ ഒരു കോൺഫ്ലിക്റ്റ്, ഈ ഒരു സെൽഫ് അവെയർനെസ് കോൺഫ്ലിക്റ്റ്. അതിനെ പറ്റിയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ ഈ സ്പിരിച്വൽ ഫിലോസോഫിക്കൽ സൈഡ് എക്സ്പ്ലോർ ചെയ്യുന്നു എന്ന് വിചാരിക്കാം. ബുദ്ധിസത്തിൽ പറയുന്ന ഒരു കാര്യമാണ് ഡിസയർ ആണ്, ആഗ്രഹങ്ങളാണ് സഫറിങ്ങിന് കാരണം എന്ന് പറയും. അതൊരു സ്പിരിച്വൽ ഫിലോസഫിയെ നിങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് വിചാരിക്കാം. ശരിയാണ്, ആഗ്രഹങ്ങളാണ് എനിക്ക് സഫറിങ് ഉണ്ടാക്കുന്നത്. അത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുമ്പോൾ അത് കിട്ടാത്തപ്പോൾ നമുക്ക് സങ്കടം വരും, നമുക്ക് വിഷമം വരും, നമ്മുടെ ആഗ്രഹങ്ങളൊന്നും ഫലിക്കാത്തപ്പോൾ നമ്മുടെ ഫ്രസ്ട്രേഷൻ വരും, നമ്മുടെ ജീവിതത്തോട് തന്നെ ഇഷ്ടക്കേട് വരും, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരും. പക്ഷെ ഞാൻ ഈ ആഗ്രഹങ്ങളൊക്കെ ഒഴിവാക്കി ജീവിക്കാൻ തീരുമാനിച്ചാൽ എന്റെ പ്രാക്ടിക്കൽ സൈഡ് എങ്ങനെ മനസ്സിലാവും? എന്റെ പ്രാക്ടിക്കൽ സൈഡ് എങ്ങനെ ശരിയാവും? ജോലി നേടാൻ, എൻ്റെ ലൈഫ് സ്റ്റാൻഡേർഡ് ഇമ്പ്രൂവ് ചെയ്യാൻ, എൻ്റെ എക്സ്പെക്ടേഷൻ, എൻ്റെ പാരന്റ്സിനും എൻ്റെ സൊസൈറ്റിക്കും എൻ്റെ ഫ്രണ്ട്സിനും ടീച്ചേഴ്സിനും ഒക്കെ എൻ്റെ മുകളിൽ എക്സ്പെക്ടേഷൻ സാറ്റിസ്ഫൈ ചെയ്യാനൊക്കെ എങ്ങനെ പറ്റും? എൻ്റെ ഫുൾ പൊട്ടൻഷ്യലെ ഞാൻ എങ്ങനെ പുറത്തെടുക്കും? സോ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഇല്ലേ? നിങ്ങൾക്ക് ഈ ഫിലോസഫി ഒക്കെ വായിക്കാൻ ഇഷ്ടമാണ്, നിങ്ങൾക്ക് അതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നു, നിങ്ങൾക്ക് അതൊക്കെ എഗ്രി ചെയ്യുന്നു, പക്ഷെ അത് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം പ്രാക്ടിക്കലി ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. ഇതാണ് ഞാൻ പറഞ്ഞ കോൺഫ്ലിക്റ്റ്. അതുപോലെ തന്നെ പ്ലഷർ, സെക്സ്, ലവ്, അങ്ങനെയുള്ള റിലേഷൻഷിപ്പുകൾ, ഇതൊക്കെ നമ്മൾ ഫിലോസഫിക്കൽ ഏത് റിലീജിയൻ, ഏത് ട്രഡീഷൻ ഫോളോ ചെയ്താലും, ഏത് സ്പിരിച്വൽ പ്രാക്ടീസ് ഫോളോ ചെയ്താലും ഇതൊക്കെ ഒരു നെഗറ്റീവ് സൈഡിലാണ് കാണുന്നത്. പക്ഷെ പ്രാക്ടിക്കൽ സൈഡിൽ ഇതൊന്നും ഇല്ലാതെ നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും? ഒരു റിലേഷൻഷിപ്പിൽ നമുക്ക് എങ്ങനെ ഏർപ്പെടാൻ പറ്റും? നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത പണം നമുക്ക് എങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റും? ഇത് വേണമെങ്കിൽ നമുക്ക് സ്പിരിച്വാലിറ്റിയും പ്രാക്ടിക്കാലിറ്റിയും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണെന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം. ഇത് പലരെയും അലട്ടുന്ന, പ്രത്യേകിച്ച് മോഡേൺ സൊസൈറ്റിയിൽ പലരെയും അലട്ടുന്ന ഒരു പ്രോബ്ലമാണ്. പ്രാക്ടിക്കാലിറ്റി വേഴ്സസ് സ്പിരിച്വാലിറ്റി. പിന്നെ ഇതിന്റെ ഏറ്റവും ഒബ്വിയസ് ആയ സൊല്യൂഷൻ ഇതൊന്നും വേണ്ട, സ്പിരിച്വൽ സൈഡും ഫിലോസഫിക്കൽ സൈഡും ഒക്കെ അങ്ങ് മാറ്റി വെക്കാം. ഇത് കംപ്ലീറ്റ് ആയി പ്രാക്ടിക്കൽ സൈഡ് മാത്രം. എൻ്റെ ഗോൾസ്, എൻ്റെ അംബീഷൻസ്, എൻ്റെ ഡിസയേഴ്സ്, എൻ്റെ പ്ലഷേഴ്സ്, എൻ്റെ ലൈഫ്, ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ ജീവിക്കാം. ദാറ്റ് ഈസ് ഓൾസോ സൊല്യൂഷൻ. ഈ സ്പിരിച്വൽ സൈഡ് ഇത്തിരി സീരിയസ് ആയി നോക്കുമ്പോൾ ഈ പ്രശ്നം അത് നോക്കാണ്ടിരുന്നാൽ പോരെ. പക്ഷെ അവിടെയും ഒരു പ്രോബ്ലം ഉണ്ട്. എങ്ങനെയാണോ ഞാൻ പറഞ്ഞത് ഡിസയർ ബ്രിങ്സ് സഫറിങ്, അതേപോലെ തന്നെ പ്ലഷർ ഓൾസോ ഗിവ്സ് പെയിൻ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഫിലോസഫിക്കൽ കാര്യങ്ങൾ ഫിലോസഫിക്കൽ എന്റർടൈൻമെന്റ് മാത്രമല്ല, അത് ജീവിതത്തിന്റെ കുറച്ച് സത്യങ്ങളാണ്. ഡിസയർ ബ്രിങ്സ് സഫറിങ്, പ്ലഷർ ദർ ഇസ് ഓൾവേസ് പെയിൻ. ഇതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പിന്നെ പ്രാക്ടിക്കലി നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് മീനിങ്. ചില സമയത്ത് നമ്മൾ വളരെ പാഷനേറ്റ് ആയ സംഭവങ്ങൾക്ക് നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ഡിപ്രഷനിലൂടെ കടന്നു പോകേണ്ടി വരും. നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ആൾക്കാർ ഇല്ലാണ്ടായി പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ വിട്ടിട്ട് പോകുമ്പോൾ നമുക്ക് അതിന്റെ അർത്ഥം മനസ്സിലാവില്ല. ഡെത്ത്, മരണത്തിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാവില്ല. ജീവിതത്തിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാവില്ല. നമുക്ക് ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ പോലും ഒരു ഒറ്റപ്പെടൽ, ഒരു ലോൺലിനെസ് അനുഭവിക്കേണ്ടി വരും. എന്നെ ആർക്കും മനസ്സിലാവാത്ത പോലെ തോന്നും. എന്റെ കൺസെപ്റ്റുകൾ, എന്റെ പെർസെപ്ഷൻ, എന്റെ ജീവിതത്തെ പറ്റിയുള്ള പെർസെപ്ഷൻ ആർക്കും മനസ്സിലാവാത്ത പോലെ. സോ ഇങ്ങനെയുള്ള പല സമയത്തും യു വിൽ ഇവൻച്വലി കം ബാക്ക് ടു ദിസ് ഫിലോസഫി. ഇനി ഫിലോസഫി എന്ന് പറയുന്നത് ഭഗവത്ഗീതയോ ബൈബിളോ ഖുറാനോ എന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. ഇറ്റ് ക്യാൻ ബി പോയട്രി, ഇറ്റ് ക്യാൻ ബി ലിറ്ററേച്ചർ. ഖസാക്കിന്റെ ഇതിഹാസം, അല്ലെങ്കിൽ ആൽബർട്ട് കമൂസ്, അല്ലെങ്കിൽ ദസ്തോസ്കി, അല്ലെങ്കിൽ അലൻ വാട്സ്, ഇക്കാർട്ട് ടോളി, ഈ രാമന മഹർഷി, വിവേകാനന്ദ, അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരിലേക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾ പോകും. You will explore and then you will explore the philosophical side. So ആ വഴിയിലേ പോയാലും നിങ്ങൾ കറങ്ങിത്തിരിഞ്ഞ് ഇവിടെ തന്നെ എത്തും.
അപ്പോൾ എന്ത് ചെയ്യും? യു നീഡ് ടു ഫൈൻഡ് ബാലൻസ്. ഇതാണ് ഈ വീഡിയോൻ്റെ മെയിൻ ഉദ്ദേശം. ഈ ബാലൻസ് എന്നത് ഇറ്റ്സ് വെരി ട്രിക്കി. ഞാൻ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്ത ഒരു കൺസെപ്റ്റാണ് ഹൗ ടു ബാലൻസ്. ബുദ്ധിസത്തിൽ ഇതിനെപ്പറ്റി പറയുന്നത് വാക്കിംഗ് ത്രൂ എ റേസർ എഡ്ജ്. ആ ഒരു പ്രോസസ്സ് നിങ്ങൾക്കൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ മതി. അത്രയും ഡിഫിക്കൽട്ടാണ് ഈ ബാലൻസ്. ഇത് യഥാർത്ഥത്തിൽ സ്പിരിച്വൽ സൈഡും പ്രാക്ടിക്കൽ സൈഡും തമ്മിൽ വലിയ ഗ്യാപ്പ് ഉണ്ടായതുകൊണ്ടല്ല. ഇറ്റ് ഈസ് ഓൺലി ബിക്കോസ് ഓഫ് എ റോങ് അണ്ടർസ്റ്റാൻഡിങ്. ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. ആ തെറ്റിദ്ധാരണ മാറുന്നത് കൂടി നമുക്ക് ഇതിന്റെ ബാലൻസിങ്ങിന്റെ നാക്ക് സൈക്കിൾ ഓടിക്കുന്ന പോലെ അല്ലെങ്കിൽ ടൈറ്റ് റോപ്പിലൂടെ നടക്കുന്ന പോലെ പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ ഒരു രസമാണ്. ഞാൻ ഇപ്പോഴും വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും നമുക്ക് പുതിയ പുതിയ അണ്ടർസ്റ്റാൻഡിങ് വേണ്ടി വരും ഈ ഒരു ബാലൻസ് കീപ്പ് ചെയ്യാൻ. കാരണം ഇതൊരു സ്റ്റാറ്റിക് ആയ പ്രോസസ് അല്ല, ഇതൊരു ഡൈനാമിക് ആയ പ്രോസസ്സാണ്. എന്നെ ഈ ബാലൻസ് കീപ്പ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത 2 കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ പറയാൻ പോകുന്നത്. ആൻഡ് ഐ ഹോപ്പ് ദാറ്റ് ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ടു യു ടു. ആദ്യത്തെ കാര്യം, ഈ വീഡിയോന്റെ കോർ ഐഡിയ ആണ്. ഞാൻ ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് തന്നെ മെഡിറ്റേഷന് എല്ലാ പ്രാക്ടിക്കൽ ആസ്പെക്റ്റുമായി റിലേറ്റഡ് ആയിട്ടാണ് ഞാൻ മെഡിറ്റേഷനെ പറ്റി പറയുന്നത്. അതായത് മെഡിറ്റേഷനും അല്ലെങ്കിൽ എന്ത് സ്പിരിച്വൽ ആക്ടിവിറ്റി ആയിക്കോട്ടെ അത് പ്രാക്ടിക്കൽ ലൈഫുമായി വളരെ സെപ്പറേറ്റ് ആയി ഒന്നാക്കി മാറ്റേണ്ട ആവശ്യമില്ല. ഈ ചാനലിലെ പല വീഡിയോകൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും മെഡിറ്റേഷൻ എന്നത് നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളുമായി ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ലേണിംഗിലായാലും റിലേഷൻഷിപ്പിലായാലും ഹോബീസിലായാലും ഈവൻ പൊളിറ്റിക്സിലായാലും നമുക്ക് മെഡിറ്റേഷൻ ആഡ് ചെയ്യാൻ പറ്റും. മെഡിറ്റേറ്റ് ചെയ്യുന്നതിലൂടെ നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് ഏറ്റവും ഹയസ്റ്റ് ക്വാളിറ്റിയിലായിരിക്കും നമ്മൾ പെർഫോം ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തിൽ നമ്മൾ മെഡിറ്റേറ്റീവ് ആസ്പെക്റ്റും കൂടെ ആഡ് ചെയ്യുമ്പോൾ അതിന്റെ ക്വാളിറ്റി കൂടുകയുള്ളൂ. സോ ഇറ്റ് ഈസ് ആക്ച്വലി എ ബോണസ്. പിന്നെ അങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് ഡിഫിക്കൽട്ടി നിങ്ങൾ നേരിടേണ്ടി വരും. എല്ലാ ദിവസവും മെക്കാനിക്കലായി ചെയ്യേണ്ട ഒരു കാര്യമല്ല മെഡിറ്റേഷൻ. വളരെ പ്രസന്റ് ആയി വളരെ മൈൻഡ്ഫുൾ ആയി ചെയ്യേണ്ട ഒരു കാര്യമാണ് മെഡിറ്റേഷൻ. ശരിക്കും അങ്ങനെ തന്നെയല്ലേ ലൈഫും ജീവിക്കേണ്ടത്. ഇറ്റ് ഈസ് നോട്ട് ഡിഫറെന്റ് ഫിലോസഫി, ഇറ്റ് ഈസ് ദ സെയിം ഫിലോസഫി ഓഫ് ലൈഫ്. പിന്നെ രണ്ടാമത്തെ കാര്യം, എന്നെ ഏറ്റവും ഹെൽപ്പ് ചെയ്ത ഒരു കാര്യമാണ് കമ്പാഷൻ എന്നത്. സൂഫിസം, ബുദ്ധിസം, ജൈനിസം, ഈവൻ എനി ഓറിയന്റൽ ഫിലോസഫി നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവും അതിൻ്റെയൊക്കെ കോർ ഐഡിയയിൽ ഉള്ള ഒരു ക്വാളിറ്റി എന്നത് കമ്പാഷനാണ്. അതായത് ഓരോ വ്യക്തിയും അവൻ്റെതായ അല്ലെങ്കിൽ അവളുടേതായ ഒരു സ്പിരിച്വൽ പ്രാക്ടീസിലാണ്, സ്പിരിച്വൽ പാത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാവും. ചിലവരത് അവെയർ ആയിരിക്കാം, ചിലവരത് അവെയർ ആയിരിക്കില്ല. അത്ര മാത്രമേ വ്യത്യാസമുള്ളൂ. ഐ ആം നോട്ട് മോർ സ്പിരിച്വൽ ദെൻ യു. ഒരാളും മറ്റൊരാൾക്കാളും മോർ സ്പിരിച്വൽ അല്ല. ദർ ഓൾ ഇൻ ദെയർ ഓൺ പാത്ത്. ഇതുകൊണ്ട് എന്താ ഗുണം? ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് മോസ്റ്റ് പീപ്പിൾ ആർ സ്റ്റക്ക് ഇൻ ദെയർ ജേർണി. എന്നെ പോലെ നിങ്ങളെപ്പോലെ എല്ലാവരെയും പോലെ നമ്മൾ പല സമയത്തും പല രീതിയിൽ സ്റ്റക്കാണ് ഈ ഒരു ജേർണി. ഈ സ്റ്റക്ക് ആവുന്നത് കൊണ്ടാണ് നമ്മൾ സഫർ ചെയ്യുന്നത്. ഈ ജേർണിയിലൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കൊരിക്കലും സഫറിങ് ഉണ്ടാവില്ല. ഒരു പുഴ ഒഴുകുമ്പോൾ അത് കടലിൽ ചെന്ന് അവസാനിക്കും. പക്ഷെ ഒഴുകാത്തൊരു പുഴ കെട്ടിക്കിടന്ന് അവിടെ വെള്ളം ചീത്തയാവും. അതുപോലെ തന്നെയാണ് മനുഷ്യന്റെ അവസ്ഥ. നമ്മളും ഒരു ഫ്ലോയിലാണ്, ഒരു കണ്ടിന്യൂസ് ഫ്ലക്സിലാണ്. ആ ഫ്ലക്സിൽ നമ്മൾ സ്റ്റക്കായിരിക്കുമ്പോഴാണ് നമ്മളുള്ളിൽ സഫറിങ് ഉണ്ടാവുന്നത്. നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു നന്മ എന്നുള്ളത് അവരെ മൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അവരെ അൺസ്റ്റക്ക് ആവാൻ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ജൈനമതത്തിലെ തീർത്ഥങ്കന്മാരുടെ ജോലി തന്നെ കടത്താണ്. പുഴയുടെ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അവരുടെ ജോലി. അതൊരു സിംബോളിക് റെപ്രസെന്റേഷൻ ആണ്. അങ്ങനെ ആകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കോമ്പറ്റീഷൻ, ഡിസയർ, ഗോൾസ് എന്നതിന്റെയൊക്കെ അർത്ഥം മാറും. അപ്പൊ നമുക്ക് ആഗ്രഹങ്ങൾ പാടില്ല എന്നല്ല, അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് കുറച്ചും കൂടെ മീനിങ് ഫുൾ ആവും. നമ്മുടെ ആഗ്രഹങ്ങൾക്ക് കൂടുതൽ ബ്രോഡർ പെർസ്പെക്റ്റീവ് ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ കോൺഫ്ലിക്റ്റ് ഇല്ലേ, ഡിസയറിന്റെ കോൺഫ്ലിക്റ്റ്, അതിന്റെ യഥാർത്ഥ കോൺഫ്ലിക്റ്റ് എന്നത് നമ്മൾ സെൽഫിഷായ ഡിസയർ ആകുമ്പോൾ മാത്രമാണ്. നമ്മുടെ ഡിസയർ എന്നത് എൻവയോൺമെന്റൽ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതും അല്ലെങ്കിൽ ആനിമൽസിനെ രക്ഷിക്കുക എന്നുള്ള കാര്യങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഡെവലപ്പ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഹ്യൂമൻ വെൽഫെയർ ആണെങ്കിലും അതൊക്കെ ഡിസയറുകളാണ്. പക്ഷെ ആ ഡിസയറുകൾ കൊണ്ട് അവിടെ ഉണ്ടാകുന്നത് പോസിറ്റീവ് കാര്യങ്ങൾ മാത്രമാണ്. ആസ് ലോങ് ആസ് യു ബിക്കം ലെസ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് അതർ പീപ്പിൾ ബിക്കംസ് മോർ ഇമ്പോർട്ടൻറ്റ് യു വിൽ സ്പിരിച്വലി ഗ്രോ. അങ്ങനെ അല്ലാതെ നമ്മുടെ മൈൻഡ് ഒരിക്കലും സൈലന്റ് ആവില്ല. നമ്മളെ പറ്റി ചിന്തിക്കുന്നിടത്തോളം കാലം, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ഗോൾ, നമ്മുടെ ഡിസയർസ്, നമ്മുടെ പ്ലഷേഴ്സിനെ പറ്റി ചിന്തിക്കുന്നിടത്തോളം കാലം യുവർ മൈൻഡ് വിൽ ബി ഓൾവേസ് ചാറ്ററിങ്. നേരെ ഓപ്പോസിറ്റ് പറഞ്ഞാലും ശരിയാണ്, നമ്മുടെ മൈൻഡിന്റെ ചാറ്ററിങ് തന്നെ ഇതാണ്. അതായത് ഇതിൽ നിന്നൊരു എസ്കേപ്പ് കിട്ടണമെങ്കിൽ യു വിൽ ഹാവ് ടു തിങ്ക് ഇൻ ടേംസ് ഓഫ് വൺനെസ്. ട്രൂലി സ്പിരിച്വലായി ഫിലോസഫിക്കലായി നമുക്ക് കാട്ടിലോ ഗുഹയിലോ പോയി തപസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അത് വലിയ ഡിഫിക്കൽട്ടായ ഒരു കാര്യമൊന്നുമല്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ട്രൂലി എൻലൈറ്റൻഡ് ആയ ട്രൂലി സ്പിരിച്വലായ എല്ലാ ആൾക്കാരും യഥാർത്ഥത്തിൽ സൊസൈറ്റിക്ക് വേണ്ടി വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്ത ആൾക്കാരാണ്. And this act of balance is the most bravest thing. Hope that helps, and I'll see you in another video.